അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആശങ്കയും ബേജാറും പരാതികളുമൊക്കെ പറയാനുള്ളത് മക്കളെക്കുറിച്ചായിരിക്കും. രക്ഷിതാക്കളുടെ ജീവിത പ്രാരാബ്ദങ്ങളോ ജീവിത പ്രയാസങ്ങളോ അവർ നേരിടുന്ന വലിയ വെല്ലുവിളികളെപ്പോലും മാറ്റി നിർത്തി, സാമ്പത്തിക പ്രതിസന്ധികളെപ്പോലും മാറ്റി നിർത്തി എപ്പോഴും അവർ ആശങ്കപ്പെടുന്നത് അവരുടെ മക്കളുടെ പഠന വിഷയങ്ങൾ, ജീവിത വിഷയങ്ങൾ, അവരുടെ പെരുമാറ്റ രീതികൾ, അവരുടെ വസ്ത്രധാരണ രീതികൾ, അവരുടെ കൂട്ടുകെട്ടുകൾ, ഇങ്ങനെ തുടങ്ങി പലതിനെക്കുറിച്ചും ആശങ്കപ്പെടുകയും പരാതിപ്പെടുകയും ചെയ്യുന്നവരാണ് രക്ഷിതാക്കൾ. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മക്കളിൽ പ്രായപൂർത്തിയാകുമ്പോൾ അതല്ലെങ്കിൽ കൗമാരപ്രായത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ അവരുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കുമൊക്കെ കാരണം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ചെറിയ പ്രായത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ നിന്നോ അവർ ജീവിക്കുന്ന പരിസരങ്ങളിൽ നിന്നോ അവർ നേരിട്ട പല കാര്യങ്ങളും അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോയിൽ ഒരു സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരാളുടെ അനുഭവം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ഒരു ഉമ്മാമ അദ്ദേഹത്തിൻ്റെ മകനെയും കൊണ്ട് കൗൺസിലിങ്ങിന് വന്നിരിക്കുന്നു. വളരെ ബേജാറിൽ സങ്കടത്തിൽ ആ ഉമ്മാമ പറയുന്നു, ഇവനിക്ക് ഖുർആൻ ഒന്ന് നോക്കി ഓതാൻ പോലും അറിയില്ല. നല്ല ഉഷാറിൽ ചെറിയ പ്രായത്തിൽ തന്നെ അറബി അക്ഷരങ്ങളൊക്കെ വേഗത്തിൽ പഠിച്ചെടുത്തിരുന്ന കുട്ടിയാണ്. പക്ഷെ ഇപ്പോൾ ഇവനിക്ക് ഖുർആൻ ഒന്ന് നോക്കി ഓതാൻ പോലും അറിയില്ല. അറിയാവുന്ന വളരെ ചുരുങ്ങിയ 2-3 ആയത്തുകൾ ഇങ്ങനെ ഓതുമെന്നല്ലാതെ പഠനത്തിൽ അവനിപ്പോൾ വല്ലാതെ പിന്നോട്ടായിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ അവൻ്റെ പഠന വിഷയങ്ങളെക്കാൾ ഏറെ എന്നെ പ്രയാസപ്പെടുത്തുന്നത് എല്ലാ കാര്യങ്ങളും എന്നോട് വന്ന് തുറന്ന് സംസാരിച്ചിരുന്ന ചെറിയ പ്രായം അവനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ അവനിക്ക് എന്നോട് സങ്കടങ്ങളും സന്തോഷങ്ങളും വാശി പിടിക്കലുകളും ഒന്നുമില്ല. വീട്ടിലെത്തിയാൽ ഒരു മൂലയിൽ അങ്ങനെ മാറിയിരിക്കും. സ്കൂളിലേക്ക് പോകും, മദ്രസയിലേക്ക് പോകും, തിരിച്ചു വരും. കൂട്ടുകാരില്ലാത്ത ഒരൊറ്റപ്പെട്ട അവസ്ഥയിലൂടെയാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആശങ്ക കുറേ ആളുകളോട് പറഞ്ഞപ്പോൾ അവരാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഇവനൊരു കൗൺസിലിങ്ങിന് വിധേയമാക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ ആ ഉമ്മ ഈ സൈക്കോളജിസ്റ്റിൻ്റെ മുമ്പിൽ തൻ്റെ വേദനയുടെ ഭാരക്കെട്ടുകൾ വാണ്ടക്കെട്ടുകൾ തുറന്നു വെച്ചപ്പോൾ ഈ മകനെ ഒറ്റക്കിരുത്തി മകനോട് സംസാരിക്കാൻ ഈ സൈക്കോളജിസ്റ്റ് തീരുമാനിക്കുകയുണ്ടായി. എന്താണ് അവൻ്റെ പ്രശ്നം എന്നറിയണമല്ലോ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പിഞ്ചു ബാലനാണ്. അവനോടിങ്ങനെ കുശലം ചോദിച്ചു, സൗഹൃദ രൂപത്തിൽ അവനോട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു, പഠന വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു. അവനിക്കൊന്നിനോടും താല്പര്യമില്ലാത്ത ഒരു വല്ലാത്ത മൂകതയിലാണ് അവൻ. കുറച്ചു കാലമായി മെല്ലെ 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 അവൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ സൈക്കാട്രിക് ട്രിക്കുകളിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയത് ചെറിയ കാലത്ത് ചെറിയ പ്രായത്തിൽ എപ്പോഴോ എന്തോ ഇവൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ അവൻ്റെ കൂടെ വന്ന അവൻ്റെ ഉപ്പയുടെ ഉമ്മയോട് ഇവരുടെ ജീവിത പശ്ചാത്തലങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഇവൻ ഒറ്റ മോനാണ്, എൻ്റെ മകനാണ് ഇവൻ്റെ ഉപ്പ, ഇവനിക്കൊരു ഉമ്മയുണ്ടായിരുന്നു. എൻ്റെ മകന് അഥവാ ഇവൻ്റെ ഉപ്പയ്ക്ക് മാനസിക രോഗമാണെന്നും അവളെ എപ്പോഴും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അവൾക്ക് സ്വസ്ഥതയോടെയുള്ള ജീവിതം നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അയൽവാസിയായ മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇവനിക്ക് 1 വയസ്സ് പ്രായമാണെന്ന്. ആ പ്രായത്തിൽ അവൻ്റെ ഉമ്മ അവനെ ഉപേക്ഷിച്ചു പോയി. ശരിയാണ്, എൻ്റെ മകനായിരിക്കുന്ന ഇവൻ്റെ ഉപ്പക്ക് മാനസികമായി ചെറിയ പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും മാന്യമായി ജോലിക്ക് പോവുകയും കുടുംബം പുലർത്തുകയും ഇവനെയും ഇവൻ്റെ ഉമ്മയെയും നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മറ്റെന്തൊക്കെയോ തേടി ആ ഉമ്മ യാത്രയായി. ഇവനെയും ഉപേക്ഷിച്ചു കൊണ്ടുപോയ ഉമ്മ എപ്പോഴും ഈ മകനിങ്ങനെ വിളിച്ച് കരയോ അത്രേ. രാത്രികാലങ്ങളിലൊക്കെ
ഉമ്മ അടുത്തുണ്ടോ എന്നിങ്ങനെ ഉറക്കിൽ കൈകൊണ്ട് തപ്പി നോക്കും അത്രേ. അങ്ങനെ ഉമ്മയെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് ഉമ്മയില്ലെന്ന സത്യം അവൻ്റെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. മെല്ലെ മെല്ലെ ഉമ്മയെ, ഭാര്യ ഉപേക്ഷിച്ചു പോയ ഈ ഭർത്താവിൻ്റെ, ഇവൻ്റെ ഉപ്പയുടെ മാനസിക രോഗം മൂർച്ഛിക്കാൻ തുടങ്ങി. പ്രശ്നങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാതെ ദിവസവും ഒരു മെഡിസിൻ കഴിച്ചിരുന്നെങ്കിൽ കൺട്രോൾ ചെയ്യപ്പെടാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ആ വാപ്പയ്ക്ക് താങ്ങാനാവുന്നതിലും അപ്പുറം സങ്കടം മനസ്സിൽ വന്നപ്പോൾ മനസ്സിൻ്റെ മനോനില നഷ്ടപ്പെട്ട് ഒരു ഭ്രാന്തനെ പോലെ ഇവനെ അടിക്കാനും കുത്താനും ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. അതിവനെ കൂടുതൽ സങ്കടക്കടലിലേക്ക് തള്ളിയിട്ടു. ഒരു 2 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക്, അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള വേദന സമ്മാനിച്ചാണ് ഇവൻ്റെ ഉമ്മയും ഉപ്പയും ഇവൻ എൻ്റെ അടുത്താക്കിയത്. ഈ കഴിഞ്ഞ 2 വർഷം മുൻപ് ഇവൻ്റെ ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവൻ്റെ ഉമ്മ എവിടെയാണെന്ന് അവൻ അറിയില്ല. ഉമ്മ എന്ന് വിളിക്കുന്ന പ്രായത്തിൽ അവൻ ഉമ്മാമ എന്ന് എന്നെ വിളിച്ച് ശീലിച്ചിട്ടുണ്ട്. ഈ ഉമ്മ കണ്ണീരോടെ ഈ സൈക്കോളജിസ്റ്റിൻ്റെ മുമ്പിൽ ഇവൻ്റെ ജീവിതകഥ വിവരിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മകൻ്റെ പ്രശ്നം അവിടെ നിന്നാണ് തുടങ്ങിയത്. ഒരു പിഞ്ചു മനസ്സിന് താങ്ങാവുന്നതിലും അപ്പുറമുള്ള സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും വേദനകളും ഒരു മൂകമായ അവസ്ഥയും ആ മനസ്സിനെ ഇങ്ങനെ വല്ലാതെ അലട്ടിയപ്പോൾ അവൻ്റെ മനസ്സ് ബ്ലാങ്കായി പോയതാണ്. അവൻ്റെ മസ്തിഷ്കം മരവിച്ചു പോയതാണ്. ഇനി അതിനെ സ്നേഹം കൊണ്ടും പരിഗണന കൊണ്ടും ആദ്യം മുതൽ ഒരു വയസ്സുകാരനെ എങ്ങനെയാണോ നമ്മൾ പരിവർത്തിപ്പിച്ചെടുക്കുന്നത് അതുപോലെ അവനെ നിർമ്മിച്ചെടുക്കണം എന്ന ഉമ്മക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഞാൻ ഈ സംഭവം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ചെറിയ പ്രായത്തിൽ ചില താൽക്കാലിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ചില താൽക്കാലിക താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടുന്ന പലതും വളർന്നു വരുന്ന നമ്മുടെ മക്കളിൽ വലിയ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത പല കേസുകളുടെയും പിന്നാമ്പുറങ്ങൾ, വലിയ കൊലപാതക കേസുകളുടെ പിന്നാമ്പുറങ്ങളെടുത്ത് നമ്മളിങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിലാകും. അമ്മയെയും മുത്തച്ഛനെയും കൊന്ന് 4 മാസം കശ്മീരിൽ പോയി ഒറ്റയ്ക്ക് ജീവിച്ച് അവസാനം പിടിയിലായ ഒരു കൊലയാളിയുണ്ട്. 21 വയസ്സുകാരനായ ഇരട്ടക്കൊലക്കേസ് പ്രതി. ചിരിച്ചുകൊണ്ട് പോലീസിൻ്റെ മുമ്പിലൂടെ നടന്നു പോകുന്ന അവനോട് എന്തിന് നീ ഇത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ലഹരിയാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. ഞാൻ ഉപയോഗിക്കാത്ത ലഹരികളില്ല, എനിക്ക് കൂട്ടുകാരില്ല, എൻ്റെ കൂട്ടുകാരൻ കഞ്ചാവും MDMA അങ്ങനെ മറ്റ് പലതുമാണ്. എന്തുകൊണ്ട് നീ അങ്ങനെ ലഹരിയിലേക്ക് എത്തിയെന്ന് ചോദിച്ചപ്പോൾ ചെറിയ പ്രായം തൊട്ട് വീട്ടിലുള്ള കോലാഹലങ്ങളും മറ്റുമാണ് ഞാൻ കേട്ടു വളർന്നത്. അവർക്കാർക്കും എന്നെ സ്നേഹിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അവർക്കാർക്കും എനിക്ക് സൗഹൃദത്തിൻ്റെ വലയങ്ങൾ സൃഷ്ടിക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് എനിക്ക് ആത്മസംതൃപ്തി ലഭിച്ചത്, എനിക്ക് സ്വയം ഒറ്റയ്ക്കിരുന്ന് ആഘോഷിക്കാനുള്ള അവസരം നൽകിയത്, ഒറ്റയ്ക്കുള്ള അടച്ചിട്ട മുറിയിൽ എനിക്ക് വലിയ കാഴ്ചകൾ കാണിച്ചു തന്നത് ലഹരികളാണ്. അങ്ങനെയാണ് ഞാൻ ലഹരിക്ക് അടിമപ്പെട്ടു പോയതെന്ന്. ആ വാർത്തയെ നമ്മളിങ്ങനെ മാതാവിൻ്റെ ഘാതകനെ പ്രസവിക്കേണ്ടി വന്ന ഒരു ഉമ്മ എന്നൊക്കെ പറഞ്ഞ് വേദനയോടെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും എവിടെയൊക്കെയോ അതിന് കാരണക്കാർ അവരാരൊക്കെയോ ആണ് എന്ന് നമ്മൾ ചേർത്ത് വായിക്കപ്പെടേണ്ടി വരും. ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ മക്കൾക്ക് എത്ര നല്ല സൗകര്യങ്ങളാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്, എത്ര നല്ല രീതിയിലുള്ള ഒരു കുട്ടിക്കാലമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ സമ്മാനിക്കുന്നത്. അതായിരിക്കും മുതിർന്ന ഒരു പുരുഷനാകുമ്പോൾ, ഒരു യുവാവാകുമ്പോൾ, ഒരു യുവതിയാകുമ്പോൾ അവരിൽ നിന്ന് തിരിച്ചും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. വലിയ അതിസമ്പന്നതയുടെ അത്രമേൽ വലിയ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോഴും, വലിയ വീടുകളൊക്കെ നമ്മൾ ഒരുക്കി അവരെ നിങ്ങൾ പഠിക്കാൻ പോകണ്ട, ജോലിക്ക് പോകണ്ട, നിനക്കുള്ളതൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും സമ്പത്ത് മാത്രമുള്ള കഴിവുകളില്ലാത്തൊരു മകനായി മാറുകയും ചെയ്യും. ജീവിതത്തിലെ പ്രയാസങ്ങൾ പഠിപ്പിക്കണം, പ്രതിസന്ധികളെ പഠിപ്പിക്കണം, അത് തരണം ചെയ്ത് മുന്നോട്ട് വരാൻ നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് പ്രതിസന്ധികളിലും ഏത് വേണ്ടായ്മകളിലും അതിനെയൊക്കെ തരണം ചെയ്ത് നന്മയുടെ വഴി സ്വീകരിക്കാൻ നമ്മുടെ മക്കളെ കൊണ്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരോട്
അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, മക്കൾക്ക് നല്ലൊരു ഭാവി പ്രതീക്ഷിക്കുന്ന രക്ഷിതാവാണ് നിങ്ങളെങ്കിൽ അവർക്ക് നല്ലൊരു കുട്ടിക്കാലം സമ്മാനിക്കാൻ, ഒരു സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു കൗമാരക്കാലം സമ്മാനിക്കാൻ രക്ഷിതാക്കളെ കൊണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.